ഡ്രൈവർ, കണ്ടക്ടർ, കിളി. അങ്ങനെ കിളിയായിരുന്നു പ്രധാന കഥാപാത്രം എൻ്റെ കഥയിൽ. അപ്പോൾ ബസ് ഓണേഴ്സായിട്ടുള്ള 5 കുറുപ്പന്മാരുടെ ഒരു കുഞ്ഞി പെങ്ങളും, ആ പെങ്ങൾ കോളേജിലേക്ക് പോവുക, ആ പെങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ മുമ്പിൽ ബസ് നിർത്തിയിടുക, പെങ്ങൾ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നവരെയും ഒരു ലൈൻ ബസ്സാണെങ്കിൽ പോലും പെങ്ങൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പെങ്ങളെ കോളേജിൽ ഇറക്കുക, തിരിച്ച് കോളേജിൻ്റെ അവിടെ നിർത്തിയിട്ട് പെങ്ങൾ വന്ന് വണ്ടി കയറുന്നവരെയും വെയിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു കഥയും ആ കിളിയും ഈ ആങ്ങളമാരുടെ പെങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും പിന്നെ അവർ പ്രേമാവുന്നതൊക്കെയായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് മോഹൻലാലിനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ലാലിനെ മദ്രാസിൽ വെച്ചിട്ട് കണ്ടപ്പോൾ, അന്ന് ചെന്നൈയിലാണ് കൂടുതൽ ഞാനുണ്ടാവുക. ലാലും പല പടങ്ങളുടെ വർക്കായിട്ട് ചെന്നൈയിൽ വരും. ലാലിനോട് ഞാൻ ഈ കഥയുടെ ആശയം പറഞ്ഞു. അപ്പോൾ ലാലിന് ഭയങ്കര ഇഷ്ടമായി, കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നം, എനിക്ക് ഡേറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു 5-8 മാസത്തിന്. അപ്പോൾ കുറേ പടങ്ങൾ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കില്ല കമല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഗണേഷ് അയ്യർ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ പടങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ് തമിഴിലെ. ഒരു തമിഴ് പ്രൊഡ്യൂസറാണ്. പിന്നെ സെഞ്ചുറിയും ചേർന്നിട്ട്, സെഞ്ചുറി ഫിലിംസും ഗണേഷ് അയ്യർ കൂടി ചേർന്നിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും കൊച്ചുമോൻ്റെ അടുത്ത്, നമ്മളെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെഞ്ചുറി ഫിലിംസിൻ്റെ രാജു മാത്യുവും കൊച്ചുമോനുമാണ്. അപ്പോൾ കൊച്ചുമോനോട് ഞാനിങ്ങനെ പറഞ്ഞു, ലാലിൻ്റെ ഡേറ്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൊച്ചുമോൻ പറഞ്ഞു, ലാൽ എന്നോടും പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഡിലേ ആവും, നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു യങ് ഹീറോ ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്ന് ജയറാം ഇങ്ങനെ അപർണയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ ഇതിനു മുമ്പ് ഒരു പടം ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം 1-2 പടങ്ങൾ ഇങ്ങനെ ആയി നിൽക്കുകയാണ്. ഒരു അപ്കമിങ് ഹീറോ ആണ് ജയറാം. എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ ഞാൻ കൊച്ചുമോൻ്റെ അടുത്ത് ചോദിച്ചു, ജയറാം ഹീറോ ആയാലും എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു ഈ റോള്. അപ്പോൾ ജയറാം കുഴപ്പമില്ല, ജയറാമാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി ക്യാരക്ടേഴ്സ്, അപ്പോൾ ജയറാമിനെ നമ്മൾ ആലോചിച്ച് ജയറാമിനെ ഉടനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ജയറാം അത്ര തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജയറാം ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ലീഡിങ് ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. മറ്റ് ആർട്ടിസ്റ്റിനൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ശ്രീനിവാസൻ ചെയ്യണം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ശ്രീനിവാസനെ വിളിച്ചു. അപ്പോൾ ശ്രീനിവാസൻ പാലക്കാട് ഒരു പടത്തിന്, സത്യനന്ദിക്കാടിൻ്റെ ഒരു പടമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് വരാം, എനിക്ക് കഥ ഒന്ന് പറയണം, മുഴുവനായിട്ടില്ല, തിരക്കഥയുടെ ഒരു ആലോചന വരുന്നുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, ആരെ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രീനി ഫ്രീ ആണെങ്കിൽ എഴുതാം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ശ്രീനി പറഞ്ഞില്ല, ഞാനിങ്ങനെ സത്യനന്ദിക്കാടിൻ്റെ പടം എഴുതാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രഞ്ജിത്തിനെ കൊണ്ട് എഴുതിക്കാമെന്ന് വിചാരിക്കുകയാണ്. രഞ്ജിത്ത് ഇതുവരെ തിരക്കഥ എഴുതിയിട്ടില്ല. ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന് തിരക്കഥ എഴുതാൻ വലിയ താല്പര്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ നന്നായിരിക്കും, കുഴപ്പമില്ല, പുതിയൊരു റൈറ്റർ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ച് ഞാൻ പാലക്കാട് വന്നിട്ട് കാണാം, കഥ ഞാൻ നേരിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഈ ഗണേഷ് അയ്യർ പ്രൊഡ്യൂസറും കൂടിയിട്ട് പാലക്കാട് ശ്രീനിവാസനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ശ്രീനിയുടെ റൂമിൽ ചെന്നു. ശ്രീനിയോട് ഞാൻ കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രീനി ഇങ്ങനെ കഥ കൗതുകപൂർവ്വം കേട്ടിരുന്നു. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞ് ഉടനെ എന്നോട് പറഞ്ഞു, അത് ശരി, അപ്പോൾ ബസ്സിലെ കിളി ഇതാണ് പ്രധാന ക്യാരക്ടറല്ലേ, നടക്കൂല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അല്ല, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കഥ തീരാറായി, അതൊരു ബസ്സാണ് പ്രധാന ക്യാരക്ടർ, കിളിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അതിൽ ബസ് ഓണറാണ് മോഹൻലാൽ. വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ്, ഇനിയിപ്പോൾ 1-2 മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആകെ ഡെസ്പായി പോയി. കാരണം കഥയും പോയി, പ്രോജക്റ്റും നടക്കില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ.